പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനത്തിൽ കൂടെ അറിയിക്കുന്നു. സങ്കീർത്തനം 69 സങ്കീർത്തനക്കാരൻ പാടുന്നു, സൈന്യങ്ങളുടെ യഹോവയായ കർത്താവേ, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. ഇസ്രായേലിൻ്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുതേ. നമ്മുടെ വിശ്വാസങ്ങളും പ്രസംഗങ്ങളും തെളിയിക്കപ്പെടുവാനുള്ള വെല്ലുവിളികൾ ചിലപ്പോൾ സമൂഹത്തിൽ നിന്നും ഉണ്ടായേക്കാം. നമുക്കത് അവരുടെ മുന്നിൽ തെളിയിക്കുവാൻ കഴിഞ്ഞാൽ ചിലരെങ്കിലും നമ്മെ അംഗീകരിക്കുകയും നമ്മുടെ വിശ്വാസം അനുകരിക്കുകയും ചെയ്തേക്കാം. എന്നാൽ മറിച്ചാണ് ഫലമെങ്കിൽ നാമും പിൻപറ്റിയിരിക്കുന്ന വിശ്വാസവും പരിഹസിക്കപ്പെടുകയും നാം നാണം കെടുകയും ചെയ്യും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ പ്രസംഗവും പ്രവൃത്തിയും ഒരുപോലെയായിരുന്നു. താൻ എന്ത് പ്രസംഗിച്ചോ അതേ ജീവിതം തന്നെയായിരുന്നു താൻ നയിച്ചിരുന്നത്. ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിന് വിശുദ്ധ ജനമെന്നും ദൈവമക്കളെന്ന പേരും ദൈവം അവർക്ക് കൊടുത്തു. അവരുടെ പേരിനും വിളിക്കും അനുസരണമായ നിലയിൽ ദൈവം അവർക്ക് പദവികളും മാന്യതകളും ഉയർച്ചകളും വളർച്ചയും വിവേകവും ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും കൂടെ കൊടുത്തു. ദൈവത്തിൻ്റെ മഹത്വത്തിനനുസരിച്ചുള്ള ശ്രേഷ്ഠതകളാണ് ദൈവം അവരിൽ പകർന്നിരുന്നത്. എന്നാൽ കാലം പലതും പിന്നിട്ടപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും പദവിയും മറന്നു ദൈവം അരുതെന്ന് കൽപ്പിച്ച വിഗ്രഹാരാധനയിലേക്കും അന്യദൈവ സേവയിലേക്കും തിരിഞ്ഞു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിച്ച് നിത്യതയിൽ വിശ്രമിക്കുന്ന ഭക്തനായ ദാവീദിനും സാധാരണ മനുഷ്യർക്കുള്ള എല്ലാ ബലഹീനതകളും ഉണ്ടായിരുന്നു. ദാവീദിന്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല ദൈവം തന്നെ തിരഞ്ഞെടുത്തതും ഇസ്രായേലിനെ രാജാവാക്കിയതും. എന്നാൽ ഒരിക്കൽ തൻ്റെ വികാരത്തിന് അടിമപ്പെട്ടു താൻ പാപം ചെയ്തു. വ്യഭിചാരവും കൊലപാതകവും തെളിവ് നശിപ്പിക്കലും എന്ന് വേണ്ട പലതും ചെയ്തു. താൻ ചെയ്തത് ആരും അറിഞ്ഞില്ല എന്നായിരിക്കാം ദാവീദ് കരുതിയത്. കുറെ കാലത്തേക്ക് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ക്രമമായി ദൈവത്തെ ആരാധിക്കുകയും യാഗങ്ങളും വഴിപാടുകളും അർപ്പിച്ചും പോന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശത്രുക്കൾ ദൈവനാമത്തെ ദുഷിച്ചു എന്നാണ് വചനം പറയുന്നത്. ദാവീദ് മുഖാന്തരം ദൈവനാമത്തെ ശത്രുക്കൾ ദുഷിക്കുവാനിടയായി. ദൈവനാമത്തിന് അപമാനം വരുത്താതെ ജീവിച്ച ഭക്തനായിരുന്നു അബ്രഹാം. തൻ്റെ കൊച്ചുമകൻ യോസഫും ദൈവത്തെ ഭയപ്പെടുകയും താൻ മുഖാന്തരം ദൈവനാമം ദുഷിപ്പാൻ ഇടവരാതെ തന്നെ തൻ്റെ ജീവിതത്തെ സൂക്ഷിച്ച് ജീവിക്കുവാനിടയായ ഭക്തനായിരുന്നു. നവോമി ഒരു നല്ല മാതൃകാ ജീവിതം നയിച്ചിരുന്നു. അതുതന്നെയാണ് രൂത്ത് അമ്മാവി അമ്മയുടെ ദൈവത്തെ പിൻപറ്റുവാനിടയായത്. താൻ പാർത്തിരുന്ന ദേശത്ത് നവോമി നല്ല സാക്ഷ്യമുള്ളവളായിരുന്നു. പ്രിയ ദൈവപൈതലേ, നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയുള്ള അനുഭവങ്ങളായി തീരണം. നമ്മുടെ പ്രാർത്ഥനകളും കൊടുക്കൽ വാങ്ങൽ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തികളും ദൈവനാമം ദുഷിക്കപ്പെടുവാൻ ഇടവരാതെ ദൈവസഭയിലും ദേശത്തിലും ഭവനത്തിലും നല്ല സാക്ഷിയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ഈ നാളുകളിൽ സ്തോത്രം ശ്രമിക്കാം. നമ്മുടെ പ്രവൃത്തി മുഖാന്തരം ദൈവനാമം ദുഷിപ്പാൻ ഇടവരരുത്. ആകയാൽ ഈ പ്രഭാതം സങ്കീർത്തനക്കാരനോടുകൂടെ ചേർന്ന് നമുക്കും പാടാം, ഇസ്രായേലിൻ്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുത്. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവേ, നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുത്. പ്രിയ ദൈവത്തിലെ നാം സ്തോത്രം നമ്മെ നോക്കി ലോകം വിളിച്ചു പറയരുത്. നീ എന്തിന് ദൈവത്തെ ആരാധിക്കുന്നു? നീ എന്തിന് സ്തോത്രം പറയുന്നു? നീ എന്തിന് ഹല്ലേലൂയ പറയുന്നു? നീ എന്തിന് അന്യഭാഷ പറയുന്നു? നീ എന്തിന് പെന്തക്കോസ്ത് ആരാധനയിൽ പോകുന്നു? നീ എന്തിന് ബൈബിൾ എടുക്കുന്നു? നീ എന്തിന് പ്രസംഗിക്കുന്നു എന്ന് ഒരു വ്യക്തി ദൈവനാമം ദുഷിക്കുന്ന നിലകളിൽ നമ്മെ നോക്കി പറയുവാനിടവരാതെ ഈ നാളുകളിൽ ദൈവഭയത്തോടുകൂടെ, ഭക്തിയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നാഥാ, ഈ പ്രഭാതം ഞങ്ങളുടെ ആരാധനയും ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും ഞങ്ങളുടെ കർത്താവിശ്വാസ ജീവിതം ദൈവനാമം ദുഷിപ്പാനിടവരാതെ
ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതിൽ ആമേൻ മറ്റാരും ലജ്ജിച്ചു പോകുവാനിടവരാതെ കർത്താവെ അങ്ങേ ആമേൻ വിശ്വാസത്തോടും പ്രത്യാശയിലും ആരാധിച്ച് വിശ്വസ്തയോടുകൂടെ നിലനിൽപ്പാൻ എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും ഏൽപ്പിച്ച് അടിയങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സഭയും വിശ്വാസ കുഞ്ഞുങ്ങളെയും ആമേൻ, സ്തോത്രം, ഞങ്ങളുടെ കുടുംബത്തെ എല്ലാം പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈ പ്രഭാതം എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകാന്തതയുടെ അനുഭവങ്ങളിലും മാനസികമായ നിരാശകളിലും വാർദ്ധക്യ ബലഹീനതകളിലും കർത്താവെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ബാധ്യതകളുടെ നടുവിൽ പകച്ചു നിൽക്കുന്നവരുണ്ട് കർത്താവെ. ആമേൻ, ഈ ദിവസങ്ങളിൽ ശക്തമായ ഒരു മറുപടി കർത്താവെ അങ്ങ് എൻ്റെ ജനത്തിന് നൽകി ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷം പകരണം, എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം. മഹത്വം അങ്ങെടുക്കും യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.